ഇത് ആര് സെറ്റ് ചെയ്തതൊക്കെ കേട്ടാ? ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് പോലും ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടില്ലേ? ചെറുമൂന നോക്കൊണ്ടു വിളറും ഈ മണ്ണിൻ നീതിയാണു നീ. വെളിയിൽ നല്ല മഴ, അതിന്റെ കൂടെ ഹെലിയുടെ ആയതുകൊണ്ട് ഹെലിയുടെ ഇതിന്റെ സൗണ്ട് എല്ലാം കൊണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ മഴ പെയ്യുമെന്ന് പറഞ്ഞത്? അതെ, നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ മഴ പെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ അന്ന് ഫസ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്തില്ലേ, അന്ന് അവിടെ കുസ്തി മത്സരം നടന്ന അവിടെ. അതെ, അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ മഴ എപ്പോഴും പെയ്യില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ശരിയല്ലേ? മഴ പെയ്യുന്നുണ്ട്. നൈസ് ബിജിഎം. അമ്പത്തിനടുത്തോട്ടോ ബിജിഎം ഇട്ടേക്കളെ. അബ്സല്യൂട്ട് തെലുങ്ക് സിനിമ. പെട്ടെന്ന് കേട്ടപ്പോഴേ ദർശന ഞാനും ആകെ പാനിക് ആയിപ്പോയി. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് കൈ കിട്ടിയ തോക്കും ബുള്ളറ്റും ഒക്കെ എടുത്ത് പെട്ടെന്ന് ഓടി വന്നത്. എനിക്കറിയായിരുന്നു ആ കോളില് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് എന്തായാലും അന്വേഷിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ കുറെ നേരമായിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു. ദർശനയുടെ ഫോണ് കണക്ട് ആവുന്നില്ല. എനിക്കത് കേട്ടപ്പോ ഞാൻ ആകെ മൊത്തത്തിൽ എല്ലാം കൂടെ പാനിക് ആയിപ്പോയി. എന്തായാലും ദൈവം സഹായിച്ച് സേഫ് ആയിട്ട് എത്തിയല്ലോ. എന്താ ഇത് ദർശനക്കുള്ള എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ദർശന താഴോട്ട് ദൈവമേ ഇതൊക്കെ ആര് സെറ്റ് ചെയ്തു? 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലേ? ഉള്ള ഇതിന്റെ പുറകിലായിരുന്നു. ടിവിയിൽ ഒരാളുടെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലേ? ബർത്ത്ഡേക്ക് ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം. ദർശന എന്റെ അടുത്തൂടെ പോയത് ആ മൂണിന്റെ ഡയറക്ഷൻ കൺട്രീസ്. ദർശന വരും. പാട്ട് ഓർമ്മയുണ്ടോ? പിന്നെ പാട്ട് ഓർമ്മയുണ്ട്. പ്രപ്പോസ് ചെയ്യണം, പോണാടുന്നത്. പ്രപ്പോസ് കഴിയുമ്പോ ഒഴിവാക്കൊള്ള. ആറ്റുമകൾ വരെ പഠിച്ചിട്ട് നമ്മള് നേരെ കെട്ടിയില്ല. പിന്നല്ലേ എല്ലാരും ഒന്ന് വിഷ് ചെയ്ത് ദർശനെ. അങ്ങോട്ട് അങ്ങോട്ട് കേക്ക് കട്ട് ചെയ്യാൻ ബാക്കി പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിയോടെ അവസ്ഥയാക്കുന്ന കേട്ടെ. Happy birthday to you. ഇവർക്ക് കഞ്ഞിവെള്ളം കൊടുക്കാത്ത പോലെയാണ് ഹാപ്പി ബർത്ത്ഡേ. ഉഷാറി പഴം ഇല്ല, നിന്റെ മാടം പറക്കുന്നില്ല.
നിന്റെ മാണം മിക്കവാറും ചന്ദ്രനൊക്കെ പിണങ്ങും കേട്ടാ. ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് പോലും ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടില്ലേ? ഇത് ആര് സെറ്റ് ചെയ്തതൊക്കെ? താങ്ക് യു. ഇങ്ങനെ 2 ദിവസമായിട്ട് ബർത്ത്ഡേ 2 ദിവസമായിട്ട് നമ്മള് ഫുള്ള് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു ദർശന. ദർശനയുടെ ബർത്ത്ഡേ അത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് ആ ഒരു നല്ല ദിവസം സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് അന്ന് ഞാൻ അധികം നിക്കാഞ്ഞത്. അപ്പൊ പിന്നെ ദർശനക്ക് അങ്ങനെ ഒരു അത് നമ്മള് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ബാഡ് വേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും പാട്. പേരെന്താ ഇല്ല? ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. പേരെന്താ? LXU. കേക്ക് കട്ടി ദർശന, കേക്ക് കട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ദർശന, ഹാപ്പി ബർത്ത്ഡേ ടു യു. അണ്ണാ കേക്ക് തന്നെന്ന് വിചാരിച്ചു. ഓ ഓക്കെ. ഞാൻ അധികം കഴിക്കാറില്ല, ഷുഗർ കട്ടാണേ. എല്ലാരും കേക്ക് എടുക്ക്. എല്ലാരും കേക്കെടുത്ത് വെച്ചേരണ അണ്ണ. എന്തോ നിനക്ക് പ്രത്യേക വെച്ചിരുന്നുണ്ടേ അണ്ണാ കേക്ക്. നിങ്ങളുടെ കമന്റ് എനിക്ക് കാണുന്നില്ല ഗൈസ്, ഇതെന്താ? അണ്ണാ ഹലോ അടാ അപ്പൊ പണ്ടത്തെ പോലത്തെ നമ്മുടെ ഫ്ലേട്ടിംഗ് സ്കിൽസ് എല്ലാം പോയടാ. ദർശന വരൂ, ദർശന വരൂ. ബത്തുരെന്തേ? ജാടയാണ്. ദർശന ഹാപ്പി അല്ലേ? അണ്ണാ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ വാ ദർശന. നമുക്ക് ഈ മറ്റുള്ളവരുടെ സന്തോഷം കാണുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ ബലെ? ഞാനും യോജിക്കുന്നു അതിനോട്. വാ വാ. അതെ ഓ ദർശനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ദർശന, അണ്ണാ ഇത് ദർശനക്ക് വേണ്ടി എന്റെ ഗിഫ്റ്റ് ആണ്. അണ്ണാ അതെ. ഞാനും ഇപ്പോഴാ കാണുന്നത്. ഞാനായിട്ട് പോയി ഹാൻഡ് പിക്ക് ചെയ്ത് ഇത് കസ്റ്റമൈസ് ചെയ്ത വണ്ടിയാ. താങ്ക് യു. ദർശന കയറി നോക്കും. ബോട്ടിലോട്ട് തീ അടിച്ചു. ടാക്സിയിൽ കയറിയോ ദർശന? അപ്പുറത്തായിരുന്നു. ദർശന ഇഷ്ടപ്പെട്ടോ വണ്ടി? അണ്ണാ ഇഷ്ടപ്പെട്ടോന്നത് എന്ത് ചോദ്യാ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല അതായിട്ട് ഇറക്കിയത് കുഴപ്പമില്ല. കുറച്ച് സ്പീഡ് കൂടുതലാണേ, പെട്ടെന്ന് കുറച്ചധികം പറക്കും. അണ്ണാ താങ്ക് യു അണ്ണാ. ഇത്രയും നല്ലൊരു മൊമെന്റ് തന്നതിന്. ദർശന ഹലോ ഹലോ. ഈ ഡോറിന്റെ ഇവിടെ 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 ഒന്ന് ഈ ഞെക്കിട്ട് ഈ അടിച്ചേ ദർശനം ഈ അടിച്ചേ
എന്താ ഓ കണ്ടു കണ്ടു. ഇത് കടലും വണ്ടിയാണല്ലോ, ഇത് ഇവിടെ തല്ലിക്കൊന്നിട്ട് എടുത്തോണ്ട് പോയാലോ? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഹലോ ഹലോ, ഒരു മിനിറ്റ്. കിടിലൻ വണ്ടിയല്ലേ? ഹാപ്പി ബർത്ത്ഡേ ദർശു. താങ്ക് യു അണ്ണ. ഇത് ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പിക്ക് ചെയ്തൊരു വണ്ടിയാണ്. 1 മാസത്തെ പ്രീമിയത്തിന്റെ പൈസ കൊടുത്തിട്ട് ബാക്കി മാസം അടച്ചേക്കണേ. സിറ്റിയിലുണ്ടാവും വണ്ടി. നമ്മളെല്ലാം പറഞ്ഞ് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷായി. എനിക്ക് ഇത്രയും എനിക്ക് വേണ്ടി ആരും ഇതുവരെ എഫേർട്ട് എടുത്തിട്ടില്ല. അപ്പൊ അണ്ണനും പിന്നെ എല്ലാരും എടുത്ത എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഒരു ജീവിക്കാനൊക്കെ ഒരു ഹോപ്പൊക്കെ ഉണ്ടാവുന്നത്. സത്യം. അതുപോലെയായിരുന്നു എനിക്ക്. ഇവന്മാരൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെ ഇവന്മാരൊക്കെ വന്നപ്പോഴാണ് എനിക്കും അങ്ങനെ ഒരു ഫീലൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടി തുടങ്ങിയത്. അതെ, നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു ഹോപ്പൊക്കെ ഉണ്ടാവുള്ളൂ. സത്യമാണ്. എനിക്ക് പറ്റില്ല, എനിക്ക് കാണുവാ. ഹലോ, പറഞ്ഞു ദർശന. എനിക്ക് വേണ്ടി അണ്ണൻ പാട്ട് പാടാന്ന് പറഞ്ഞായിരുന്നു. പാട്ട് പാടിത്തരാം ദർശനക്ക്. ഏത് പാട്ടാണ് വേണ്ടത് ദർശനക്ക്? അണ്ണന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കാം. അങ്ങനെ പറഞ്ഞ ഒരു സെക്കൻഡ് ദർശന. പറഞ്ഞു തന്നെടാ. ഞാൻ പറയട്ടെ. മൂച്ചവ പേച്ച നീ കവിതകളെ പാടണം. നീ കവിതകളായി അണ്ണന്റെ മെയിൻ സാധനമുണ്ട്. ഞാൻ പറഞ്ഞിട്ടോ അവര് ഇത് മറ്റേ അമ്പിളിയുടെ പാട്ട് അതിന്റെ പേര് വരുന്നത്. അയ്യോ അത് വേണ്ട, അത് നമ്മൾ അവിടെ വെച്ച് പാടിയില്ല അന്ന് ഒരു പാട്ട്. അറിയത്തില്ലോ അണ്ണ ഒരു പാടോ? അതെല്ലാം നൈസ് ഉണ്ട്. കാച്ചണ്ണ കാച്ച് അണ്ണൻ ഏത് പാടിയാലും വിഷയല്ലേ. സത്യം ഏത് പാടിയാലും ഒരുപാട് അവസരം ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ ടൈമാ. എന്നാ പാട്ടിന്റെ കൂടെ ഒരു പ്രപ്പോസൽ ആണ് നൈസ് ആയിരിക്കും. ശരിയാകത്തില്ലടാ. അണ്ണൊരു പാട്ട് ഒരു റൊമാൻറ്റിക് സോങ് ആണ്. ആരും ഇല്ലല്ലോ തോന്നുന്ന ഫീലിങ്സ് ഒരു പാട്ട് പാട്. കവിത നാണം 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 കുഞ്ഞിക്കവൽ മേഘമേ. ആ ബിജിഎം നോക്കിയോടാ. ദർശന എന്തോ ദർശന കുറെ നാളായിട്ട് എന്റെ അടുത്തൊരു പാട്ട് പാടി തരുമോന്ന് ഇങ്ങനെ കുറെ നാളായിട്ട് ചോദിച്ചാ. അപ്പൊ ദർശനയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. കുഞ്ഞിക്കവൾ മേഘമേ തുള്ളിത്തോളും വാദനീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ
വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ ഒന്നൂടെ തുടങ്ങാമിനി കൈവെട്ടിപ്പിടിക്കാതെ നീ ചുളിവുകളേറെ ഭംഗി പടരും അനുഭവഗാഥ ഛായമെഴുതും ഉടയാത്ത തേജസിൻ്റെ മുഖമേ ഈ മണ്ണിൻ നീതിയാണു നീ. This is for you, Darshana, and many happy returns of the day. Happy birthday, Darshana. താങ്ക് യു അണ്ണ. അണ്ണ ഹലോ ഇടയ്ക്കിടയ്ക്ക് പോസാതെ എന്തിനാണ്? അല്ല അന്നത്തെ പോലെ ഒരു ഡാൻസ് നമുക്ക് എല്ലാവർക്കും കൂടെ. ഓ കളിക്കാം, ഉറപ്പായിട്ട് കളിക്കാം. ഒരു മിനിറ്റ് ദർശന, ഞാൻ ഈയിടെയായിട്ട് ഗിത്താർ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നേ. ഈ പാട്ട് ദർശനയ്ക്ക് സ്പെഷ്യലായിട്ട് ഇതോടെ ഡെഡിക്കേറ്റ് ചെയ്യണേ. മഴയോട് നനയും പുതുപാടൽ നീതാനഴകാന തിമിരെ അടിയേ അടിയേ കാற்றോട് മനം ഉൻവാസം ദിനവും പുതുബോധை താനേ ഇലയെ അഴകേ അഴകേ നീ எனக்கெனவே முதல் பிறந்தேன் இளம் கொடியே நீ எனக்கெனவே முதல் பிறந்தேன் இளம் கொடியே மந்தார பூ போல மச்சோ காணும் എന്നാത്തന சொல்ல മിച്ചൊന്നും ഇല്ല മുഴുമതിയിൽ പനീരവിനി ഓടാതെ മുഖം കാട്ട് നീ മുഴുവൻ പനി ഓടാതെ നീ ഇതളോരമാ തിരുപുന്നകൈ നീ കാട്ടടി നീ കവിതകളാ കനവുകളാ കയൽവിഴിയേ നികഴ്വതുവാ കടന്നതുവാ ബദൽ മൊഴിയേ. താങ്ക് യു സോ മച്ച്. തൊണ്ട വയ്യാതിരിക്കുകയാണ് ദർശന, പനിയായിരുന്നു. അതാ ഇടക്കിടക്കൊക്കെ ഇതാവണത്. അപ്പൊ ദർശനയ്ക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും മതി. വയ്യാതിരുന്നിട്ടും എന്നെ ചോദിച്ചപ്പോ പാടി തന്നല്ലോ. അത് കുഴപ്പമില്ല ദർശന, അത് കുഴപ്പമില്ല. എനിവേ എന്തായാലും ദർശന ഹാപ്പി ആയിട്ടിരിക്കെ. ഹാപ്പിയാണ്. എന്തുണ്ടെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയണത് പോലെ ഐ വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു. ദർശന, അപ്പൊ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഗൈസ്, ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്യാത്തൊരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ ദർശന, എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കുക ദർശന, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഓക്കെ ഉറപ്പായിട്ടും. എനിക്ക് ഇപ്പം ഈ സിറ്റിയില് ഞാന്
ഇപ്പൊ പറയാ എന്നെ ജഡ്ജ് ചെയ്യത്തില്ലത് എനിക്ക് ഉറപ്പുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ളതും ഫിൽട്ടർ ഇല്ലാതെ ജഡ്ജിയാ ഞാൻ എന്താ സംസാരിക്കുന്ന MG ശ്രീകുമാറോ? അങ്ങനെയല്ല അണ്ണാ. അങ്ങനെയല്ല, സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ആ, അങ്ങനെ ഉറപ്പുള്ളൊരു വ്യക്തി അണ്ണനാണിപ്പോ. ചിലപ്പം തമാശക്കാണെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. പക്ഷെ അണ്ണന്റെ അടുത്ത് എനിക്ക് ധൈര്യമായിട്ട് എന്ത് വേണേലും പറയാം. എന്നെ ഒരിക്കലും കളിയാക്കത്തില്ല എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. ഉം, മനസ്സിലായി ദർശന. ദർശന, അത് ശരിക്കും പറഞ്ഞ ഞാനേ ദർശന, ശരിക്കും എനിക്കൊരു റിലേഷൻഷിപ്പിലാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ദർശനം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാനൊരു ട്രോമയില്ല ദർശന. വ്യത്യാസമോ? ഞാന് ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പലപ്പോഴും എൻ്റെ എക്സിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ ദർശന അടുത്ത്, എലി. ആ, പറഞ്ഞിട്ടുണ്ട്. ഈ എലിക്ക് മുമ്പ് ഞാന് നമ്മുടെ സൂസനായിട്ട് സൂസന്റെ കാര്യം അണ്ണ എന്നോട് പറഞ്ഞിരുന്നു. പറഞ്ഞായിരുന്നു. അതെ. അപ്പൊ സൂസനായിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയപ്പോഴേ ലൈഫിൽ ഒരു പെണ്ണ് വേണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ അബദ്ധത്തിൽ എപ്പോഴോ എലി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴും ഞാൻ മനസ്സിൽ വിശ്വസിച്ചിരുന്നത് അതായിരിക്കും എൻ്റെ അവസാനത്തെ പെണ്ണെന്നാണ്. അപ്പോൾ എലിയുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് കിട്ടിയ ഒരു ട്രോമയിലാണ് ഞാൻ അതിൽ നിന്ന് ഇതുവരെ അങ്ങോട്ട് റിക്കവർ ആയി വന്നിട്ടില്ല വെളിയിലോട്ട്. ദർശനം കൂടെ അവസാനത്തെ പറയണ്ണ. ഒരു മിനിറ്റ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് കറന്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ബർത്ത്ഡേ മൂമെന്റ് ഞാൻ ദർശനോട് ഐ ലവ് യു എന്ന് പറഞ്ഞേനെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ മാറട്ടെ. അതാണ് ഞാനും എനിക്ക് ആ ട്രോമയെന്നൊക്കെ ഒന്ന് റിക്കവർ ആയിട്ട് വേണം. എനിക്ക് ചിലപ്പോൾ അന്ന് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇപ്പം ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ ദർശനം ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് വിചാരിച്ച് ഞാനങ്ങ് പറഞ്ഞതാ. എനിവേ ഇല്ല, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദർശനയുടെ നല്ലൊരു ദിവസം കുളമാക്കുന്നില്ല. ഹാപ്പി ആയിട്ടിരിക്കും ദർശന. ഇല്ലണ്ണ, കുഴപ്പമൊന്നുമില്ല. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം ഉണ്ടാകുന്നത്. അതെ, എല്ലാം നല്ല രീതിയിൽ വരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. എല്ലാം നന്നായിട്ട് ഉടനെ തന്നെ ഞാനിതിൽ നിന്നൊക്കെ റിക്കവർ ആവുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു. നമ്മള് അന്ന് പറഞ്ഞ പോലെ എപ്പോഴും മഴ പെയ്യില്ലല്ലോ. ആ മഴയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കാം. ആ മഴ ഉടനെ തന്നെ പെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഇടി വെട്ടി പെയ്യ്. മഴ പിടിച്ചിനല്ലേ, നല്ല മഴ പിടിച്ചിന്. മഴ ശരിക്കും മഴ പെയ്തൂടാ. പാട്ട് അവര് ഇട്ടിട്ട് ഇത് ശരിക്കും മഴയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ ചിലപ്പോ ഞാൻ എന്റെ പറയാനുള്ള കാര്യം എക്സ്പ്രസ് ചെയ്തോണ്ടായിരിക്കും. അല്ല, ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് ദർശനയുടെ അടുത്ത്. കാരണം
നമ്മള് ഓരോ റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പോ നമുക്ക് ഒരുപാട് ഹോപ്പ് ഉണ്ടാവുമല്ലോ. കൊറേ സ്വപ്നമൊക്കെ കാണുമല്ലോ, കൊറേ അവരുടെ കൂടെയുള്ള മൊമെന്റ്സ്, അവരുടെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അതിപ്പോ എനിക്കിങ്ങനെ നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് എന്നാലും ഞാൻ ഓണസ്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇവന്മാരൊക്കെ ചുറ്റുമുള്ളതാണ് ഒരു സന്തോഷം. ഇവരുടെയൊക്കെ കൂടെ ഞാനിങ്ങനെ റിക്കവർ ആയി വന്നോണ്ടിരിക്കുക. അണ്ണന്റെ ഫാമിലി എന്ന് പറയുന്നത് അത് എന്നെയും കൂടെ കണ്ടിട്ടില്ല. ഉറപ്പായിട്ടും ഇവന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവന്മാരുടെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കുമ്പോ ഈ ബ്രേക്കപ്പ് ഡിപ്രഷൻ കാര്യമൊന്നും ഞാൻ ഓർക്കാറില്ല. എനിക്കും ഇവരൊക്കെയാണ് എപ്പോഴും കൂട്ടുണ്ടാവാറുള്ള. ചൂടാണേലും നോലകാണേലും ചിക്കുരു സ്റ്റൈപ്പ് എല്ലാവരുടെയും പേര് ഞാൻ പറയേണ്ടി വരും. എനിക്ക് അണ്ണന്റെ അനിയന്മാര് എന്ന് പറയുമ്പോ ഇപ്പം എനിക്കും അവരെല്ലാരും അത്രയും അറ്റാച്ച്ഡ് ആണ്. യെസ്, എനിക്കും ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഏറ്റവും വലിയ കംഫർട്ട് സോണും എന്റെ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാണ്. അതെന്നും അണ്ണന്റെ ഒപ്പം ഉണ്ടാവട്ടെ. ഞാൻ എപ്പോഴും അവരെല്ലാരും അണ്ണന് ഇതുപോലെ സന്തോഷമായിട്ട് എപ്പോഴും കഴിയും. എന്ത് പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ ഇടില്ല, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ടുണ്ടാവും. എന്റെ ആഗ്രഹം അത് തന്നെയാ. എല്ലാം പല വഴിക്ക് പിരിഞ്ഞു പോകുന്നതിനൊക്കെ മുമ്പ് എല്ലാവന്മാരെ ഒന്ന് സെറ്റിൽ ആക്കണം. നേരത്തെയൊക്കെ മുരട സ്വഭാവമായിരുന്നു എനിക്കും ജോലിക്കൊക്കെ. ഇവന്മാരൊക്കെ പെണ്ണുങ്ങളിലൊക്കെ കൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ വഴക്കൊക്കെ പറയുമായിരുന്നു. പിന്നെ എത്ര കാലം എന്ന് വെച്ചിട്ട് ഇവന്മാരെയൊക്കെ കൺട്രോൾ ചെയ്യണേ. ഇവന്മാരൊക്കെ ഇപ്പൊ അവന്മാരുടേതായിട്ടുള്ള സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ കണ്ടെത്തി അവന്മാർ ഒരുമിച്ച് പോകുന്നുണ്ട്. ഈ ഒരുമയാണെന്ന എല്ലാരും ആഗ്രഹിക്കുന്നത്. ഇത് നിലനിർത്തിക്കൊണ്ട് പോകും വലിയ പാടാ. അതിന് അണ്ണനുണ്ടല്ലോ, പിന്നെന്താ. അസനുള്ളിടത്തോളം കാലം അവര് എന്തായാലും അത് ഇങ്ങനെ പോകും. ഞാൻ ഉള്ളപ്പോഴും മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട് ദർശന. തെറ്റെറ്റാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ദർശന അപ്പുക്കുട്ടന്റെ കാര്യം എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ഇത് തന്നെ അന്ന് പറയണമെന്ന് വിചാരിച്ചതാ. ഞാൻ ദർശനന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചതാ ഞാനും ഇങ്ങനെ ഒരു ട്രോമയിലാണെന്ന്. സൂസന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരാൾക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും നാളെ കഴിഞ്ഞിട്ട് അണ്ണന് സൂസനെ മറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് മനസ്സിലാവും. സൂസനെ അങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല സൂസനെ. അത്രയും ഡീപ്പായിട്ട് ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ആള് കൂടെ ഇല്ലാഞ്ഞിട്ട് പോലും അണ്ണന് ഡീപ്പായിട്ട് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. എനിക്കും അത് തന്നെയാണ്.
ഓക്കെ, എന്തായാലും എവറിത്തിങ് ഗോണ ഫൈൻ സൂൺ ദർശന. പറഞ്ഞോ. ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പിയാണ്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഓക്കെ.